ഹലോ, ഗുഡ് ഈവനിങ് എവരിബഡി. ഹലോ വേൾഡ് ന്യൂസ് ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും ഇന്ന് വൈകുന്നേരവും സ്വാഗതം ആശംസിക്കുക. ഇന്നത്തെ ഈ പ്രഭാതത്തിലെ എല്ലാ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വരെ നമ്മളെല്ലാം തിരക്കിലായിരുന്നു. ഞാനും തിരക്കിലായിരുന്നു, യാത്രയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ അല്പസമയം നമ്മൾ മാറ്റി വെച്ചിരിക്കുക. ഈ രാവിലെ മുതൽ ഈ വൈകുന്നേരം വരെ നമ്മൾ ഓടിയിട്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമുക്ക് സാധിക്കാൻ കഴിഞ്ഞോ, നമ്മൾ സാറ്റിസ്ഫൈ ആണോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അപ്പോൾ സാറ്റിസ്ഫൈ അല്ലാത്ത കാര്യങ്ങളുണ്ട്, സാറ്റിസ്ഫൈ ആയ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊരു തിയറി ഉണ്ട്, അതായത് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. വാൺസ് ആൻഡ് നീഡ്സ്. വാൺസ് എന്ന് പറഞ്ഞാൽ അത് ആവശ്യമുള്ളതാണ്. അത് മോസ്റ്റ് അർജൻറ്റ് വാണ്ട് യു ക്യാൻ സാറ്റിസ്ഫൈ ആൻഡ് ലെസ് അർജൻറ്റ് വാണ്ട് മേ ബി പോസ്റ്റ് പോൺ ഫോർ അനദർ ഡേ. വാൺസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആവശ്യമുള്ളത് നമുക്ക് വേണമെങ്കിൽ നമുക്കത് തീർക്കാം, ആവശ്യമില്ലാത്തത് നമുക്ക് മാറ്റി വെക്കാം. എന്നാൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഫുഡ്, അതുപോലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ക്ലോത്ത്സ്, ഇതൊക്കെ നീഡ്സിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാൻ പറ്റത്തില്ല. സോ നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ഞാൻ ഇത് പറയുമ്പോൾ ഒരു ഉദാഹരണം പറയാം. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന, അല്ല എനിക്കറിയാവുന്ന ഒരു സഹോദരൻ്റെ കാര്യമാണ്. അദ്ദേഹത്തിനൊരു ഫോൺ വേണം. ആ ഫോൺ തിരക്കിയിട്ടെങ്കിലും കിട്ടുന്നില്ല. ഒരു മാസം കൊണ്ടേ പുള്ളി അതിനെ കിടന്നങ്ങ് പരിശ്രമിക്കുക. അതിനോടനുബന്ധിച്ച് എന്താ സംഭവിക്കണമെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ ജോലിയിൽ, അദ്ദേഹത്തിൻ്റെ ദിനചര്യയിൽ എല്ലാം വ്യത്യാസമാണ്. ഒന്നും അങ്ങോട്ട് സാറ്റിസ്ഫൈ ആവുന്നില്ല, ജോലി സാറ്റിസ്ഫൈ ആവുന്നില്ല, മനസ്സ് ക്ലിയർ ആകുന്നില്ല. കാരണം പുള്ളി ആ ഒരു ഫോണിലാണെന്നോട്ട്. ആ ഫോണാണെങ്കിൽ വളരെ റെയറാ. അത് കേരളത്തിലൊന്നും അത് കിട്ടാനും സാധ്യതയുണ്ട്. ഇപ്പോൾ അത് കിട്ടുന്നില്ല. അതിന് മെയിൻ്റെനൻസ് വന്നാൽ അതെങ്ങനെ സാധിക്കും ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷേ പുള്ളി ആ ഫോണിൽ അദ്ദേഹത്തിനെ മനസ്സുടക്കിയിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാനിപ്പോൾ പറയാൻ കാരണം, അപ്പോൾ ആ ഒരു വസ്തുവിൻ്റെ പുറകെ നമ്മൾ ഓടിയപ്പോൾ നമ്മുടെ മനസ്സ് വേറൊരു തലത്തിൽ ചെന്നെത്തി. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് കുഴപ്പം, നമ്മുടെ ജോലിയിൽ കുഴപ്പം, മാനസിക വ്യാപാരങ്ങൾ മുഴുവൻ കുഴപ്പം. ഇത് നമുക്കെല്ലാവർക്കും സംഭവിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവ് നമുക്കുണ്ടായിരിക്കും. ആ കഴിവ് നമുക്കില്ലെങ്കിൽ നമ്മൾ വീണു പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്, ആത്മാവ് പറയുന്നത് മനസ്സനുസരിക്കണം, മനസ്സ് പറയുന്നത് ശരീരം അനുസരിക്കണം. ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾക്ക് കണ്ണിനും കാതിനും കൗതുകപരമായിട്ടുള്ള പലതും നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ പുറകെയൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. പോകുമ്പോൾ അപകടമാണ്. അപ്പോൾ ഇതിനെ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ മനസ്സാകണമെങ്കിൽ, മനസ്സിനത് കഴിയണമെങ്കിൽ നമ്മുടെ ആത്മാവിന് അതിനുള്ള പവറുണ്ടാകും. അപ്പോൾ ആത്മാവ് ബലപ്പെടുമ്പോഴേ മനസ്സ് ബലപ്പെടത്തുള്ളൂ. മനസ്സ് ബലപ്പെടുമ്പോഴേ നമ്മുടെ ശരീരം ബലപ്പെടുത്തുള്ളൂ. ഇത് മൂന്നും കോറിലേറ്റഡാണ്. ഇത് മൂന്നും ബന്ധപ്പെട്ട് കിടക്കുക. അങ്ങനെ ബന്ധപ്പെട്ട് മൂന്നും കിടക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകുന്നത്. ഈ സന്തോഷം ഉണ്ടായാലേ നമുക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ. നമ്മുടെ ആയുസ് നമുക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കാൻ കഴിയുള്ളൂ. ഒരു ഫോണിൻ്റെ പുറകെ നമ്മുടെ ദിവസങ്ങളോളം നമ്മൾ മനസ്സ് വിഷമപ്പെടുത്തി നിൽക്കുമ്പോൾ അതുവഴി നമ്മുടെ ആയുസ് വരെ കുറയുക, നമ്മുടെ ജോലിയിൽ തന്നെ നമുക്ക് വിഷയങ്ങളുണ്ടാകുക. ഇത് ഞാൻ ചെറിയ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് രാത്രിയിലും ഒരു കാര്യത്തിൽ നമ്മൾ ഓർമ്മ വേണം, മനസ്സിനെ നമ്മൾ പിടിച്ചു നിർത്തണം, വിട്ടുകൊടുക്കരുത്. നമ്മൾ പറയുന്നതായിരിക്കണം മനസ്സ് കേൾക്കേണ്ടത്. ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചാൽ അത് മനസ്സ് കേൾക്കണം. എനിക്കവിടെ പോകണ്ട എന്ന് ഞാൻ തീരുമാനിച്ചാൽ എൻ്റെ മനസ്സത് കേൾക്കണം. അത് ശരീരം അനുസരിക്കണം. മനസ്സ് പറയുന്നത് ശരീരം അനുസരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള മനസ്സിന് ശക്തി ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ ഇന്നർ മാൻ, ഉള്ളിലുള്ള ഒരു സ്പിരിറ്റ് ഉണ്ട്. നമ്മളെ മുഴുവൻ നയിക്കുന്ന സ്പിരിറ്റിന് ശക്തി ഉണ്ടാകണം. ഇന്നർ മാൻ ശക്തിപ്പെടുമ്പോൾ, അകത്തുള്ള മനുഷ്യൻ ശക്തിപ്പെടുമ്പോൾ, നമ്മുടെ ഉള്ളിലെ മനസ്സ് ശക്തിപ്പെടും. അതോടൊപ്പം നമ്മുടെ ശരീരം നമ്മൾ പറയുന്നത് കേൾക്കും.
രാവിലെ എഴുന്നേൽക്കുമ്പം തലവേദന, എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥ, ഉറക്കച്ചടവ് എന്നാൽ പറയണം, നോ നോ നോ, എനിക്കിന്ന് ജോലിക്ക് പോകാനുള്ളതാണ്, നീ അടങ്ങി അവിടെ നിരുന്നേ, ഞാൻ പറയുന്നതൊന്ന് കേട്ടെ എന്ന് നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരത്തിനോട് ആജ്ഞാപിക്കുമ്പോൾ അത് തന്നെ അവിടെ സംഭവിക്കത്തുള്ളൂ, അത് തന്നെ അവിടെ നടക്കത്തുള്ളൂ. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയുക, എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് അതൊക്കെ മാറ്റിക്കുക. മനഃപൂർവ്വമായി മനസ്സിനോട് പറ, അടങ്ങിയിരിക്കാൻ പറ, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ, ശരീരത്തിനോട് പറ, ഞാൻ പറയുന്നത് കേൾക്കണം, ഞാൻ പറയുന്നത് അനുസരിക്കണം. എൻ്റെ ശരീരത്തിൽ ഒന്നും സംഭവിക്കത്തില്ല, നാളെ രാവിലെയും പൂർണ്ണാരോഗ്യത്തോടെ ഞാൻ എഴുന്നേൽക്കും, ശരീരത്തുള്ള വേദനകളൊക്കെ മാറും, ഒന്നും പറ്റത്തില്ല എനിക്ക് എന്നുള്ള ഒരു ഉത്തമ ധൈര്യവും ബോധ്യവും ഉണ്ടാകണം. ആ ബോധ്യത്തോടെ നിങ്ങൾ സുഖമായി കിടന്നുറങ്ങിയാട്ട് നാളത്തെ പ്രഭാതം നിങ്ങൾക്കെല്ലാം അനുഗ്രഹമായി മാറട്ടെ. അനുഗ്രഹത്തോടെ നാളത്തെ പ്രഭാതം, നാളത്തെ ഉദയസൂര്യൻ നമ്മൾക്ക് കാണണം. നാളത്തെ നമ്മുടെ ജോലി അനുഗ്രഹിക്കപ്പെടണം, സാമ്പത്തിക മേഖലകളൊക്കെ അനുഗ്രഹിക്കണം. കടബാധ്യതയിൽ നിൽക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം, മദ്യപാനത്തിൽ കുടുങ്ങിപ്പോകാനുള്ളതല്ല നമ്മുടെ ജീവിതം, വെറിക്കൂത്തുകളിൽ തൂങ്ങിപ്പോകാനുള്ള അല്ല നമ്മുടെ ജീവിതം. പൂർണ്ണ ആരോഗ്യം, സന്തുഷ്ടമായ മനസ്സ്, എല്ലാവരെയും സ്നേഹിക്കാനുള്ള ഒരു മനസ്സ്, അത് നമുക്കുണ്ടാകട്ടെ. അത് ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ ധൈര്യമായിരിക്കണം. നമ്മുടെ മനസ്സിനെ നമ്മൾ കീഴ്പ്പെടും, നമ്മുടെ ശരീരത്തെ നമ്മൾ പിടിയിലേക്ക് കൊണ്ടുവരണം. സോ ഇന്ന് രാത്രിയും നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ, സുഖമായി കിടന്നുറങ്ങട്ടെ. നാളത്തെ പ്രഭാതം വീണ്ടും അനുഗ്രഹിക്കപ്പെടുന്നതായി മാറട്ടെ. നാളത്തെ പ്രഭാതത്തിൽ വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. താങ്ക് യു.